ഇടതുപക്ഷ സർക്കാർ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കേരള സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള നവകേരള സദസ്സ് സർക്കാർ നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി കേന്ദ്രം സാമ്പത്തികപരമായി പിരിമുറുക്കുന്നതിനെ പറ്റിയിട്ടുള്ള കാരണങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ 140 മണ്ഡലങ്ങളിലൂടെയും മന്ത്രിമാരും മുഖ്യമന്ത്രിയും നേരിട്ട് നടത്തുന്ന യാത്രയിലൂടെ നടത്തുന്ന സദസ്സിലൂടെ നിലപാടുകൾ അറിയിച്ചു പോകുമ്പോൾ തെരുവോരങ്ങളിൽ യൂത്ത് കോൺഗ്രസുകാരും KS-കാരും മർദ്ദനമേൽക്കുന്നതല്ലാതെ നവകേരള സദസ്സിനെതിരെ ദൂർത്തെന്ന് ഒരു വാക്ക് പറഞ്ഞു ഒതുക്കുന്നതല്ലാതെ യാതൊന്നും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. കോൺഗ്രസ് നിലപാടുകൾ അറിയിക്കുന്നതല്ലാതെ പ്രതിഷേധങ്ങളോ പ്രക്ഷോഭങ്ങളോ സംഘടിപ്പിക്കുന്നില്ല. പക്ഷേ നിലവിലത്തെ സാഹചര്യം അതല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ, അതായത് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയുന്ന തരത്തിൽ DYFI പ്രവർത്തകർ, കൊല്ലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധം നടത്തിയപ്പോൾ പോലീസിനോടൊപ്പം കമ്പും കോലുമായി എത്തിയ DYFI പ്രവർത്തകരെ കൊല്ലം നഗരത്തിലിട്ട് അടിച്ചൊതുക്കിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ്. അവർ ശക്തമായി പ്രതികരിക്കുവാൻ ആരംഭിച്ചിരിക്കുന്നു. അല്പം വൈകിയാണെങ്കിലും കോൺഗ്രസ് തങ്ങളുടെ പ്രതികരണ സ്വഭാവം തിരിച്ചെടുത്തിരിക്കുന്നു, പ്രതിഷേധിച്ച് മുൻപോട്ട് വരുന്നു. അതിന്റെ ഭാഗമായി ഇന്ന് സെക്രട്ടേറിയറ്റ് നടക്കിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ മുൻ നേതാക്കന്മാരും യൂത്ത് കോൺഗ്രസിന്റെ നിലവിലുള്ള രാഹുൽ മാങ്കൂട്ടം അടക്കം അബിൻ വർക്കി അടക്കമുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധമാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് നേതൃത്വം നൽകുന്നത്. ഈ കൊല്ലത്തെ, അതായത് 2023 കോൺഗ്രസ് നടത്തുന്ന, യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഏറ്റവും ശക്തമായ പ്രതിഷേധം, ജനങ്ങളിലേക്ക് എത്തിയ ഒരു പ്രതിഷേധം. അങ്ങനെ നവകേരള സദസ്സിന് ഒരു ബദലായി, നവകേരള സദസ്സിന് ഒരു വലിയ തിരിച്ചടി എന്ന ഓണം യൂത്ത് കോൺഗ്രസ് മുൻപോട്ട് വെക്കുന്ന പ്രതിഷേധ ജ്വാല സംസ്ഥാനം മുഴുവൻ ആളിപ്പടരുകയാണ്. ആ പ്രതിഷേധങ്ങൾ ഏതൊക്കെ തരത്തിൽ പ്രസ്ഥാനത്തിന് ഗുണം ചെയ്യും, ഏതൊക്കെ തരത്തിൽ അത് നവകേരള സദസ്സിന് വലിയ കോട്ടും നേടിക്കൊടുക്കും എന്നൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും നവകേരള സദസ് ആരംഭിച്ചപ്പോൾ തൊട്ട് ആദ്യത്തെ 1-2 ദിവസം ഒഴികെ പിന്നീട് അങ്ങോട്ട് നവകേരള സദസ്സിലേക്ക് യാതൊരു തരത്തിലുള്ള ഫോക്കസുകളും പോകുന്നില്ല. നവകേരള സദസ്സിന്റെ പ്രഭ മങ്ങുവാൻ വേണ്ടി ഗവർണർ ഒരു ഭാഗത്തുകൂടി അദ്ദേഹത്തിന്റെ പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒക്കെയായി മുൻപോട്ട് പോകുന്നു. അദ്ദേഹം മീഡിയയുടെ ഫോക്കസ് ഏറ്റെടുക്കുന്നു. മറുവശത്ത് ഇപ്പോൾ ഗവർണർ കഴിഞ്ഞ ഉടൻ തന്നെ കോൺഗ്രസുകാർ എത്തിയിരിക്കുകയാണ്. അവർ പ്രതിഷേധങ്ങളുമായി മുൻപോട്ട് പോകുന്നു. മീഡിയയുടെ ഫോക്കസ് നവകേരളയിൽ നിന്ന് മാറി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങളിലേക്ക് എത്തുന്നു. അപ്പോ മാധ്യമങ്ങളിലൂടെ വിചാരിച്ചിരുന്ന പ്രചരണങ്ങൾ കൃത്യമായി ഇടതുപക്ഷ സർക്കാരിന് ലഭിക്കുന്നില്ല, നവകേരള സദസ്സിന് ലഭിക്കുന്നില്ല. അത് ഗവർണറും യൂത്ത് കോൺഗ്രസുകാരും കൊണ്ടുപോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇനി കൊല്ലം മുതൽ ഇങ്ങോട്ട് പ്രതിഷേധിച്ച് തിരിച്ചടിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നടത്തുന്ന ഈ പരിപാടികൾ തിരുവനന്തപുരം എത്തുമ്പോഴേക്കും ഏതൊക്കെ തരത്തിലുള്ള കോലാഹലങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാക്കുമെന്ന് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ആർക്കൊക്കെ മൃഗീയമായി പരിക്കേൽക്കുമെന്ന് അറിയേണ്ടതായിട്ടുണ്ട്. DYFIയും ശക്തമായി മുൻപോട്ട് വന്നാൽ യൂത്ത് കോൺഗ്രസും DYFIയും തമ്മിലുള്ള പോരടിയിൽ ആർക്കൊക്കെ എന്തൊക്കെ സംഭവിക്കും, രാഷ്ട്രീയപരമായി എന്തൊക്കെ നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാകും എന്നൊക്കെ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. 2024 തെരഞ്ഞെടുപ്പുകൾക്ക് ഇനി കേവലം 3-4 മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ കേവല മാസങ്ങളിലേക്ക് രാഷ്ട്രീയ കേരളം ചൂട് പിടിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. ഒരു ഭാഗത്തുകൂടി തങ്ങളുടെ വികസനങ്ങളെ മുൻപോട്ട് വെച്ചുകൊണ്ട് നിലവിൽ ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ സർക്കാരിന് ഏറ്റിട്ടുള്ള തിരിച്ചടികളെ തേച്ചുമാച്ചു കളയാൻ വികസനങ്ങൾ മുൻപോട്ട് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നവകേരള സദസ് 140 മണ്ഡലങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ മറ്റൊരിടത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സദസ്സ് സംഘടിപ്പിക്കുന്നു, യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു, സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. കൂടാതെ മറ്റൊരിടത്ത് ഗവർണർ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുന്നു. അദ്ദേഹം മീഡിയയുടെ അറ്റൻഷൻ സ്വീകരിക്കാൻ വേണ്ടി പല തന്ത്രങ്ങളും പയറ്റുന്നു. നവകേരള സദസ്സിലുള്ള മാധ്യമങ്ങളുടെ ഫോക്കസ് തന്നിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു. അങ്ങനെ 3 പാർട്ടികളും 3 തരത്തിൽ കേരളത്തിൽ രാഷ്ട്രീയപരമായി തങ്ങളുടെ നിലപാടുകൾ പറഞ്ഞ് എതിർകക്ഷികളോടുള്ള പ്രതികരണം അറിയിച്ച് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഇടം കണ്ടെത്തുവാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായുള്ള പ്രതികരണങ്ങളും പ്രക്ഷോഭങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ആർക്കൊക്കെ നേട്ടമുണ്ടാകും, ആർക്കൊക്കെ കോട്ടമുണ്ടാക്കും എന്ന് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിലെ സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന സമരത്തിൽ യൂത്ത് കോൺഗ്രസ് വളരെ ശക്തമായി തന്നെ പ്രതികരിക്കുന്നുണ്ട്. രാഷ്ട്രീയ നേതാക്കന്മാർ അവരോടൊപ്പമുണ്ട്. മുൻകാലങ്ങളിൽ നിലവിലുള്ള നേതാക്കന്മാരൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് ശക്തമായി തന്നെയാണ് സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള പ്രതിഷേധം നടന്നത്. എന്തായാലും നിലവിൽ യൂത്ത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതിഷേധം കൊണ്ട് കോൺഗ്രസിന് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? നവകേരള സദസ് കൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്, CPM-ന്, സർക്കാരിന് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? ഒറ്റയാൾ പോരാട്ടം നടത്തി BJPക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഒരു കളം നേടിക്കൊടുക്കാൻ
ഗവർണർക്ക് സാധിക്കുമോ എന്നൊക്കെ പറയണമെങ്കിൽ 4 മാസത്തോളം കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഈ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ രാഷ്ട്രീയ കേരളത്തിലെ ജനങ്ങൾ ഏത് തരത്തിൽ സ്വീകരിക്കുമെന്ന് അറിയേണ്ടതായിട്ടുണ്ട്. ഈ പ്രതികരണങ്ങളൊക്കെ അവരെ അലോസരപ്പെടുത്തുന്നുണ്ടോ, അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, അവരെ ബുദ്ധിമുട്ടിക്കുകയും അലോസരപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുപ്പിൽ കൃത്യമായി നിഴലിക്കും. അതുകൊണ്ട് പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ജനങ്ങളെ ബാധിക്കാത്ത തരത്തിൽ നടത്തുവാൻ സാധിക്കട്ടെ. ആ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഏതൊക്കെ തരത്തിൽ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഗുണകരമാകുമെന്നറിയാൻ നമുക്ക് ശേഷിക്കുന്ന മാസങ്ങൾ കൂടിയുണ്ട്. അതുവരെ കാത്തിരിക്കേണ്ടതായുണ്ട്.